അപ്പോൾ ഗൈസ് ഹെഡ്സെറ്റ് ഇല്ല, മൈക്കില്ല, ഒന്നുമില്ല. അപ്പോൾ സൗണ്ട് എത്രമാത്രം നിങ്ങൾക്ക് ഓഡിബിൾ ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല. എനിവേ ഞാനിപ്പോൾ ഒരു വണ്ടിയുടെ വെട്ടത്തിൽ നിന്നാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വ്ളോഗൊന്നൊക്കെ പറഞ്ഞ് വലിയ ഇതാക്കുന്നില്ല, നിങ്ങളോട് സംസാരിക്കുന്നത്. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ മൃണാൾ ദാസ്, ദ ഫേമസ് ആൻഡ് പോപ്പുലർ ഫുഡ് വ്ളോഗർ, പുള്ളിക്കാരൻ്റെ തള്ളും പുള്ളിക്കാരൻ്റെ എയർ കയറ്റിയ വിഷയമൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നല്ലോ. അപ്പം ആ പുള്ളിക്കാരനെ പറ്റി തന്നെയാണ് ഇപ്പോൾ ഒന്നുകൂടെ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തള്ളൊക്കെ കേട്ട് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം അതിനൊരു ഒത്തുപേര് ഭയങ്കര വ്യൂസ് ഒന്നുമില്ല കേട്ടോ, ഒരു 108-109 വ്യൂസ് എങ്ങാണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലോങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ എത്രമാത്രം ആൾക്കാർ അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്നുള്ളതും എനിക്കറിയില്ല. എന്തായാലും ഷോർട്സിനെങ്ങാണ്ട് സംതിങ് 200-300 എങ്ങാണ്ട് എന്താ പറയുന്നത്, ആ ഇൻട്രൊഡക്ഷൻ ഞാൻ ചെയ്തേക്കുന്ന വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, അത് ഞാൻ ഷോർട്സ് ഇട്ട് അതൊരു 100-350 പേര് കണ്ടിട്ടുണ്ട്. എനിവേ കണ്ട എല്ലാവർക്കും താങ്ക്സ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ളോഗ്. അപ്പോൾ ഗൈസ് പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പുള്ളിക്കാരനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചുമ്മാ ഡ്യൂട്ടി വന്നിരുന്നപ്പോൾ വേറെ പ്രത്യേകിച്ച് എന്താ പറയുക, ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല. അപ്പോൾ നമുക്കിങ്ങനെ യൂട്യൂബ് എടുത്ത് മറ്റുള്ളവരുടെ വീഡിയോസ് കാണുക, പിന്നെ കുറ്റവും ഇതൊക്കെ കേൾക്കുക, അതൊക്കെ ഒരു രസമാണല്ലോ. ചുമ്മാ അങ്ങനെയൊന്നുമല്ല, ഞാനിങ്ങനെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ ന്യൂസൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കിന് ഒരു ട്രോള് കണ്ടു. പുള്ളിക്കാരൻ മലയാളികൾ വിഡ്ഢികളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പുള്ളിക്കാരൻ്റെ വ്ളോഗ് കാണുന്നവരിൽ വിഡ്ഢികളാണോ മൊത്തം കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാനപ്പം വെച്ച് പുള്ളിക്കാരൻ്റെ വ്ളോഗ് അങ്ങനെ വന്നിട്ടുണ്ടെന്ന് കാണണമല്ലോ. അപ്പം പുള്ളിക്കാരൻ്റെ ചാനലിൽ കയറി നോക്കി, കണ്ടില്ല. വീഡിയോസ് നോക്കിയിട്ട് കണ്ടില്ല, റീസെൻ്റായിട്ട് ഇട്ടേക്കുന്ന വീഡിയോസൊന്നും ഞാൻ കണ്ടില്ല. അപ്പം പിന്നെ ഞാൻ നോക്കിയപ്പോൾ ലൈവിൻ്റെ ഇതുണ്ട്. അപ്പോൾ ലൈവിൽ കയറി നോക്കിയപ്പോഴാണ് 8 ദിവസം മുന്നേ പോസ്റ്റ് ചെയ്ത ഒരെണ്ണത്തിൻ്റെ അകത്ത് പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു 5-6 മിനിറ്റ് ഇങ്ങനെ ലൈവിൽ ഇങ്ങനെ വന്ന് എന്ത് സംസാരിച്ച് വന്ന കൂട്ടത്തിലാണ് പുള്ളിക്കാരൻ ഇത് പറയുന്നത്. എനിക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചില്ല എൻ്റെ വ്ളോഗ് കാണുന്നവർ മണ്ടന്മാർ ആയിട്ടുള്ളവരും ന്യൂസെൻസ് ആയിട്ടുള്ളവരും നോൺസെൻസ് ആയിട്ടുള്ളവരും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ അതിന് പരിശ്രമിക്കുന്നുണ്ട്. എൻ്റെ വ്ളോഗ് കാണുന്നവർ ബുദ്ധിയുള്ളവരും എന്നെക്കാളും ബുദ്ധിയുള്ളവരൊക്കെ ആയിരിക്കണമെന്ന് ഞാൻ വർഷങ്ങളായിട്ട് ഞാനത് ഫിൽട്ടർ ചെയ്യാറുണ്ട്. ഇങ്ങനെ നോൺസെൻസും ന്യൂസെൻസും ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഞാൻ കഴിവതും ഒഴിവാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയത്തില്ല യൂട്യൂബിൽ അങ്ങനെ ഒരു ഫിൽട്രേഷൻ പരിപാടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അവനെങ്ങനെ പറയാൻ പറ്റും, അല്ലെങ്കിൽ അവനെങ്ങനെ അറിയാൻ പറ്റും നോൺസെൻസ് ആയിട്ടുള്ളവർ ന്യൂസെൻസ് ആയിട്ടുള്ളവർ ആരൊക്കെയാണെന്നുള്ളത്? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1/4 പേരും അവൻ്റെ വ്ളോഗ് കാണുന്ന അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന 1/4 പേരും മണ്ടന്മാരാണെന്ന് അവനങ്ങ് സ്ഥിരീകരിച്ചു. മനസ്സിലായില്ലേ? അത് കണ്ടുപോയി ഫുഡ് കഴിക്കുന്ന നമ്മളെല്ലാം മണ്ടന്മാർ എന്നവൻ സ്ഥിരീകരിച്ചു. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരനെല്ലാം സംസാരം കേട്ട് കഴിഞ്ഞാൽ അറിയാം, ഇതുപോലെ ലോകമണ്ടനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഭയങ്കര ഈഗോ ആയിട്ടുള്ളൊരു മനുഷ്യൻ, സ്വന്തം എന്താ പറയുക ഹെഡ് വെയ്റ്റ് അത് ഒരിക്കലും പുള്ളിക്കാരനെ അങ്ങോട്ട് കുറയ്ക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരന് മനസ്സിലായില്ലേ? പുള്ളിക്കാരൻ്റെ ഈഗോ അങ്ങോട്ട് പുള്ളിക്കാരനെ സമ്മതിക്കുന്നില്ല ഒന്നിനും. പുള്ളിക്കാരനാണ് എന്തോ വലിയ ആളാണെന്നുള്ളത് കാണിച്ചുകൊണ്ട് തന്നെയാണ്. പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും, അത് നമുക്ക് വിഷയമുള്ള കാര്യമൊന്നുമല്ല. എനിവേ ഇപ്പോൾ പുള്ളിക്കാരൻ്റെ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കാണുക. അത് എനിക്കൊന്ന് 1 മിനിറ്റോളം ഉണ്ട്. ഓക്കെ, എനിവേ അപ്പം പുള്ളിക്കാരൻ്റെ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവൻ്റെ വീഡിയോ കാണുകയില്ല. എന്തായാലും കാണും നിങ്ങൾ കേട്ടോ. എൻ്റെ ബ്ലോഗ് കാണുന്നവർ എന്നെക്കാളും ബുദ്ധിയുള്ളവരാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അതിൽ ഈ വക വിദ്യാസുരന്മാരുണ്ട് എന്നുള്ളത് എന്നെ വല്ലാതെ ഡിസപ്പോയിൻറ്റഡ് ആക്കുന്നു. ഞാനൊരു ഫിൽട്രേഷൻ പ്രോസസ്സ് എല്ലാ കാലത്തും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് കൊള്ളരുതാത്ത ആൾക്കാർ, ബുദ്ധിയില്ലാത്ത ആൾക്കാർ, കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാർ. ബുദ്ധിയില്ലാത്ത ആൾക്കാർ കണ്ടോട്ടെ, ബുദ്ധിയില്ലായ്മ പിന്നെ ഒരു പ്രശ്നമല്ല. പക്ഷെ കോമൺ സെൻസ് ഇല്ലായ്മ, വകതിരിവില്ലായ്മ, ഔചിത്യമില്ലായ്മ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സഹിക്കാൻ. അവരെയൊക്കെ ഈ ബ്ലോഗിൽ നിന്ന് ഫിൽട്ടർ ചെയ്യുന്നൊരു പ്രോസസ്സ് ഞാൻ എല്ലാ കാലത്തും നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം ഈ പറയുന്നത് അതിൻ്റെ ഭാഗം തന്നെയാണ്. എന്നെക്കാളും വകതിരിവുള്ള, എന്നെക്കാളും ബുദ്ധിയുള്ള, എന്നെക്കാളും കോമൺ സെൻസ് ഉള്ള, എന്നെക്കാളും കഴിവുള്ള ആളുകൾ എൻ്റെ ബ്ലോഗ് കാണണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം.
അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതാണ് പുള്ളിക്കാരൻ്റെ ഒരു മനോഭാവം. അപ്പം പുള്ളിക്കാരൻ്റെ ലൈവ് നിങ്ങൾ കയറി കണ്ടു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഒരു നമ്മൾ പറയുന്നത് ധാഷ്ട്യോ എന്തോ ഭയങ്കര ഈഗോ അടിച്ചിട്ടുള്ള സംസാരമാണ് അത്. പുള്ളിക്കാരൻ പറയുന്ന പുള്ളിക്കാരൻ പ്ലാൻഡ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാൻ പൈസ വാങ്ങിച്ചൊന്നും ചെയ്യുന്നില്ല, പൈസ വാങ്ങിച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫുഡ് വ്ളോഗ്സ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ പെർമിഷൻ എടുക്കാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ ഒരു നമ്മൾ ചെന്ന് കഴിക്കാൻ ചെല്ലുന്നിടത്ത് നമുക്ക് കിച്ചണിൽ കയറി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കിഷോർ എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയുന്നത് സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടല്ലോ കിഷോർ, പുള്ളിക്കാരന് ഒരു വ്ളോഗുണ്ട്, ചാനലുണ്ട്. പുള്ളിക്കാരൻ്റെ ചാനലിൽ പുള്ളിക്കാരൻ കിച്ചണിലൊക്കെ പോയി ഇരുന്ന് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന കിച്ചണുകളുണ്ട്. മനസ്സിലായില്ലേ? പെർമിഷൻ വാങ്ങിച്ച് അവർ ചെയ്തതാണ്. പുള്ളിക്കാരൻ കാശ് വാങ്ങിച്ചിട്ടുള്ളൂ എന്നുള്ളതല്ലേ വിഷയം. അപ്പോൾ അവർക്കൊക്കെ കാണിക്കാം, അവരൊക്കെ ചെയ്യുന്നുണ്ട്. എത്രയോ ആൾക്കാർ കിച്ചണിൽ കയറി അവരുടെ കിച്ചണൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ ഫുഡ് വ്ളോഗ് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ മണ്ടന്മാരായിട്ടാണ്? ഒന്നുമില്ലല്ലോ. അവർക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പുള്ളിക്കാരന് എന്തുകൊണ്ട് ചെയ്തോടാ? പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ മറ്റുള്ളവരുടെ ആരുടെയും വീഡിയോ കാണുന്നില്ല, എടുക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷെ കാണുന്നത് നല്ലതാണ്. മീൻസ് തൻ്റെ തെറ്റുകൾ മറ്റുള്ളവരുടെ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കിന് തൻ്റെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കി എന്താ പറയുന്നത് അതിനെ ഇച്ചിരൂടെ പെർഫെക്റ്റ് ആക്കാൻ കഴിയത്തില്ലേ? അതാണ് എൻ്റെ ചോദ്യം, അല്ലേ? ഇപ്പം ഞാൻ ചെയ്യുന്ന വ്ളോഗ് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ 10 പേരുടെ വീഡിയോസ് കണ്ട് അവരെങ്ങനെയാണ് ഒരാളെ സമീപിക്കുക, അല്ലെ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കി അതേപോലെ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ നമുക്കൊന്നും അത്ര എത്തുമെന്ന് എനിക്കറിയത്തില്ല. കാരണം കുറേയൊക്കെ വീഡിയോ ചെയ്താണ് എല്ലാവരും പഠിക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ തുടക്കക്കാരനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണേലും ചോദ്യം ഇത്രയേ ഉള്ളൂ. പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ മണ്ടന്മാരാണോ? ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരുടെ മീൻസ് ഇത് കാണുന്ന വീഡിയോസ് കാണുന്നവർ മണ്ടന്മാരാണോ അല്ലയോ എന്നുള്ള ഒരു ചോദ്യം മാത്രം ഞാൻ വെക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പം എന്താണേലും ഈ വീഡിയോ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. സീരിയസ് ആയിട്ട് സംസാരിച്ചാണ്. അപ്പോൾ എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കതില്ല. എനിവേ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത് വലിയ ആനക്കൂട്ട കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ജസ്റ്റ് പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം ഞാൻ എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്താ പറയുന്നത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്കിപ്പം 80,000 സബ്സ്ക്രൈബേഴ്സ് ആയി വരുന്നു നമുക്ക്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ എന്താ പറയുക ഹാർട്ടിൽ നിന്നും വളരെ വളരെ താങ്ക്സ്. അപ്പോൾ ഇനിയും കൂടുതൽ സപ്പോർട്ടുകൾ വേണം. അപ്പോൾ ഓക്കെ, അപ്പം എനിവേ എല്ലാവർക്കും ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.